ടീച്ചർ അടുത്തായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു ഓഹരിയാണ് സിൽവർ ടച്ച് ടെക്നോളജീസ് എന്ന് പറയുന്നത്. സിൽവർ ടച്ചിനെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആണ്. പ്രത്യേകിച്ചും ഡിസംബർ മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരിയാണ് സിൽവർ ടച്ച് ടെക്നോളജീസ് എന്ന് പറയുന്നത്. കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് കമ്പനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്ലാറ്റ്ഫോമിനുള്ള ഓർഡർ നേടിയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഡിജിറ്റൽ ഗവേണൻസ് എക്കോ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഈ ഒരു കരാറിലൂടെ സാധിക്കുമെന്ന് കൂടുതൽ എക്സ്പെക്ടേഷൻ കമ്പനി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റിലുണ്ടാകുന്ന മറ്റ് സെല്ലിംഗ് പ്രഷറോ പാനിക് സെല്ലിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങോ ഒന്നും തന്നെ കാണാതെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോട്ടിലായിരുന്നു ഈ ഒരു ഓഹരിയിൽ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും 2025 ഡിസംബർ 30 ശേഷമുള്ള ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും എക്സ്ട്രീംലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിരുന്നത്. പിന്നീട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ജനുവരി 12 രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഹൈ ലെവൽസ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ച മാത്രം 1.25% ഒരു നേട്ടവും നൽകിയിട്ടുണ്ടായിരുന്നു. സോ സിൽവർ ടച്ച് ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? So, unlike Silver Tech is a small cap stock, 2018 ഈ സ്റ്റോക്കിന്റെ ലിസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. ബട്ട് അതിനുശേഷം ഈ സ്റ്റോക്കിലെ കാര്യമായിട്ട് നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ബട്ട് ഡിസംബർ മാസത്തിന് ശേഷമായിരുന്നു നമുക്ക് ഈ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കൈവച്ച ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1120 മുതൽ 1200 ഈ റേഞ്ചിലായിരിക്കാം പൊസിഷൻ എടുക്കാൻ ശ്രമിക്കേണ്ടത്. ബട്ട് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1565. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1650 1720 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽ. 1720 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്.